Dear students, ഇന്നലെ നമ്മൾ എയർ പൊല്യൂഷൻ, പൊല്യൂട്ടൻസ്, ഡിഫറെൻറ്റ് എയർ പൊല്യൂട്ടൻസ് ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇപ്പം എയറിൽ കാണുന്ന ഒരു 6 പൊല്യൂട്ടൻസിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 പൊല്യൂട്ടൻസ്: സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, സസ്പെൻഡഡ് ഫാറ്റിക് മാറ്റർ. ഇത്രയും കാര്യം നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് സൾഫർ ഡയോക്സൈഡ് എന്ന പൊല്യൂട്ടന്റിനെ കുറിച്ച് പഠിക്കാം. സൾഫർ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ ഫോർമുല SO2 ആണ്. സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്നത് കോളോ പെട്രോളോ ഡീസലോ ബേൺ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ഡൊമസ്റ്റിക് ബേണിംഗ് ആവാം, വാഹനങ്ങളിൽ നിന്നുള്ള ബേണിംഗ് ആവാം, പെട്രോളും ഡീസലും കോളും നമ്മൾ ബേൺ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്നത്. ഈ സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായാൽ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഇൻ ദ എയർ കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ലങ്സ് റിലേറ്റഡ് പ്രോബ്ലംസ്. അത് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഡിസീസിന് ഈ സൾഫർ ഡയോക്സൈഡ് കാരണമാകുന്നുണ്ട്. ഇറ്റ് also causes permanent damage of lungs and also produces acid rain. One of the reason for acid rain is sulfur dioxide. This is not only the reason, one of the reason is sulfur dioxide. അതേപോലെ SO2 സ്മോഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രശ്നം SO2നെ കുറിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. SO2ന്റെ മോളിക്കുലാർ ഫോർമുല, സൾഫർ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ ഫോർമുല SO2 ആണ്. അത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്നത് ബേണിംഗ് ഓഫ് കോൾ, പെട്രോൾ ആൻഡ് ഡീസൽ. സൾഫർ ഡയോക്സൈഡിന്റെ മെയിൻ കോസ് അത് റെസ്പിറേറ്ററി പ്രോബ്ലംസിന് കാരണമാകുന്നുണ്ട്, നമ്മുടെ ലങ്സിന്റെ പെർമനന്റ് ഡാമേജിന് കാരണമാകുന്നുണ്ട്, അത് ആസിഡ് റെയിനിന് കാരണമാകുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ സ്മോഗ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൾഫർ ഡയോക്സൈഡിനെ കുറിച്ച് പഠിക്കണം. രണ്ടാമത് പഠിക്കേണ്ടത് നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡിനെ കുറിച്ചാണ്. നൈട്രജൻ ഓക്സൈഡ്, അതിൻ്റെ മോളിക്കുലാർ ഫോർമുല NO എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന സെയിം റീസൺ മൂലം തന്നെയാണ് നൈട്രജൻ ഓക്സൈഡും ഉണ്ടാകുന്നത്. സൾഫർ ഡയോക്സൈഡ് നമ്മൾ ഉണ്ടാവും പറഞ്ഞു, അത് ബേണിംഗ് ഓഫ് പെട്രോൾ, ഡീസൽ, കോൾ ഇതൊക്കെ കൊണ്ടാണ്. മെയിൻലി ഡൊമസ്റ്റിക് പർപ്പസിനാണ്. എന്നാൽ ഇവിടെ ഡൊമസ്റ്റിക് പർപ്പസിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്, വലിയ ഫാക്ടറിയിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ കത്തുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബേണിംഗ് ഓഫ് കോൾ, പെട്രോൾ ആൻഡ് ഡീസൽ. Nitrogen oxide in the atmosphere is formed by the burning of coal, petrol and diesel. It attacks the breathing system. Nitrogen oxide in the atmosphere attacks our breathing system and lead to lung aggression. Lung congestion ഇത് കാരണമാകും. കൂടാതെ it also attacks on skin and produces rain. ഇത് നമ്മുടെ സ്കിന്നിനെ അറ്റാക്ക് ചെയ്യും, അതേപോലെ റെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് സ്മോഗ് ഉണ്ടാക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഫോമിംഗ് സ്മോക്ക് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ദി സ്മോഗ് കോസസ് കഫ്, അഗ്രവേറ്റ് ആസ്മ. ഇത് കഫിന് കാരണമാകും, അത് ആത്യന്തികമായി ആസ്മയിലേക്ക് നയിക്കും. അതേപോലെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പല ലങ്സ് ഡിസീസിനും ഈ നൈട്രജൻ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ കാരണമാകും. ഇപ്പോൾ നൈട്രജൻ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്നത് കോളോ പെട്രോളോ ഡീസലോ ബേൺ ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യും, ഇത് നമ്മുടെ സ്കിന്നിനെ അറ്റാക്ക് ചെയ്യും,
അതേപോലെ റെയിനിന് കാരണമാകും, സ്മോഗ് ഉണ്ടാകും, സ്മോഗ് കഫിന് കാരണമാകും, കൂടെ അത് ആസ്മയിലേക്ക് നയിക്കും, കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാ തരം ലങ്സ് ഡിസീസസിനും നൈട്രജൻ ഓക്സൈഡ് കാരണമാകും. ഇത്രയും കാര്യങ്ങൾ നൈട്രജൻ ഓക്സൈഡിനെ കുറിച്ച് നമ്മൾ ഓർമ്മിച്ചു വെക്കണം. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് കാർബൺ മോണോക്സൈഡിനെ കുറിച്ചാണ്. CO എന്നാണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല. കാർബൺ മോണോക്സൈഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റൻ. അത് കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്നത് ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റൻ കൊണ്ടാണ്. ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റൻ എന്താണെന്ന് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കമ്പോസ്റ്റൻ without having sufficient amount of oxygen is called incomplete combustion. Incomplete combustion of fuel like coal, wood, petrol, diesel, cigarette smoking, ഈ കാര്യങ്ങളൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ട് ഉണ്ടാവാൻ കാരണം. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ഉണ്ടാകുന്നതിന് കാരണം ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റൻ ഓഫ് കോൾ, വുഡ്, പെട്രോൾ, ഡീസൽ ആൻഡ് അവർ സിഗരറ്റ് സ്മോക്കിംഗ്. ഇതൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. ഇത് നമുക്ക് ശ്വസിക്കുന്നത് നല്ലതല്ല. കാർബൺ മോണോക്സൈഡ് പോയിസണസ് ഗ്യാസ് ആയി അത് പെരുമാറുന്നത് ഇറ്റ് കമ്പൈൻസ് വിത്ത് അവർ ഹീമോഗ്ലോബിൻ. When we intake carbon monoxide, it will combines with our hemoglobin in our blood. നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായി അത് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്താൽ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു പോകും. അൾട്ടിമേറ്റ്ലി ഇറ്റ് റീച്ചസ് ടു ഡെത്ത്. അത് ഡെത്തിന്റെ അടുത്തേക്ക് വരെ പോകും. ഡെത്തിന് കാരണമായി കൂടായെന്നും ഇല്ല. ഇതാണ് കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് പഠിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് in our atmosphere is formed by the incomplete combustion of fuel like coal, wood, petrol, diesel and cigarette smoking. It is a poisonous gas. It combines with the hemoglobin. When it combines with hemoglobin in our blood, it will reduce the oxygen carrying capacity of our blood. It will ultimately reach us to death. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പഠിക്കാനുള്ളത് കാർബൺ ഡയോക്സൈഡിനെ കുറിച്ചാണ്. അതിന്റെ മോളിക്കുലാർ ഫോർമുല CO2 ആണ്. Carbon dioxide in the atmosphere is formed by the burning of large quantity of fuels such as coal, wood, petrol, diesel, CNG, LPG, LNG, etc. LPG, LNG, CNG ഒക്കെ ബേൺ ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡ് അല്ല, കാർബൺ ഡയോക്സൈഡ് ആണ് ഉണ്ടാവുക. ലാർജ് ക്വാണ്ടിറ്റി ബേണിംഗ്. എന്തൊക്കെ? കോള്, പെട്രോള്, വുഡ്, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ ലാർജ് ക്വാണ്ടിറ്റി ബേൺ ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സസ് ആയി ഉണ്ടാകുന്നത് ഒരു പൊല്യൂട്ടന്റ് ആണ്. എന്നാൽ ഒരു പരിധിയോളം, ഒരു എമൗണ്ടോളം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് അത്യാവശ്യവുമാണ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ സെൽസ് അബ്സോർബ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടാണ് നമുക്ക് സ്റ്റാർച്ച് ഉണ്ടാകുന്നത്. അതിന് മാത്രം ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ വേണം. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അബ്സോർബ് ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് ഒരു പൊല്യൂട്ടൻ്റ് ആയി തീരും. പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത്രയും കാര്യം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പഠിക്കണം. ഇപ്പൊ 4 പൊല്യൂട്ടന്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. 6 എണ്ണത്തിനെ കുറിച്ചാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ രണ്ടെണ്ണത്തിനെ കുറിച്ച് നമുക്ക് നാളെ പഠിക്കാം. ഇന്നത്തെ കാര്യം നോട്ട് എഴുതാനും വളരെ ധാരാളം വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണിത്. നല്ലോണം വായിച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം.